ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാളെ മുതൽ രാമായണ മാസം തുടങ്ങുകയാണ്. കർക്കിടകം 1-ാം തീയതി മുതൽ രാമായണ മാസം ആരംഭിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഒരു ചെറിയ സ്പീച്ച് പറയുക എന്ന നിലയിൽ രാമായണ മാസത്തെക്കുറിച്ചും ശ്രീരാമചന്ദ്രനെ കുറിച്ചും എൻ്റെ ചെറിയ അറിവ് പങ്കുവയ്ക്കുകയാണ്. ഹരേ നാരായണ ഹരേ നാരായണ. സശാൽ നാരായണൻ്റെ 7ാമത്തെ അവതാരമായിട്ടാണ് ശ്രീരാമചന്ദ്രൻ ജനിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീരാമ ഭഗവാനോടൊപ്പം രാമായണം എന്ന ആ കൃതിയിൽ, എഴുത്തച്ഛനെഴുതിയ രാമായണ കൃതിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു മാസം ഭഗവാന്റെ ആ ഒരു രാമായണം വായന തുടങ്ങുന്നത് നാളെ മുതലാണ്. അങ്ങനെ ഇരിക്കെ രാമനോടൊപ്പം രാമായണം എന്ന് പറയുമ്പോൾ രാമനോടൊപ്പമുള്ള യാത്രയെക്കുറിച്ചാണ്. ശ്രീരാമചന്ദ്രനോടൊപ്പം നമ്മളങ്ങ് യാത്ര ചെയ്യുവാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കുക എന്തൊരു ഭാഗ്യമല്ലേ. സശാൽ നാരായണനോടൊപ്പം നമ്മളിങ്ങനെ യാത്ര പോവുകയാണ്. ആ കഥകളിലൂടെ, ശ്രീരാമചന്ദ്രൻ്റെ ആ ജീവിതത്തിലൂടെ, അയോധ്യാപുരിയിലെ ആ ഒരു കാലഘട്ടത്തെ ഭഗവാൻ, സശാൽ നാരായണനായിട്ടുള്ള ഭഗവാൻ അനുഭവിച്ചു തീർത്ത ആ കഥയിലൂടെ നമ്മളങ്ങ് രാമായണത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നാളെ മുതൽ. ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ഇരിക്കെ പലരും പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്, രാമായണ മാസം എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാണ്, രാമായണ മാസം എന്ന് പറയുമ്പോൾ കർക്കിടക മാസമാണ്. അപ്പോൾ അതൊരു പഞ്ഞമാസമായിട്ട് കണക്കാക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് രാമായണം വായിക്കാനായിട്ട് രാമായണം കയ്യിലെടുക്കുന്നത്? ഇത്രയും നാൾ നമ്മുടെ കയ്യിൽ രാമായണവും ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ വായന തുടങ്ങുന്നത് കർക്കിടകം 1-ാം തീയതി മുതലാണ്. എല്ലാ അമ്മമാരും അച്ഛന്മാരും എല്ലാ ഗുരുശ്രേഷ്ഠന്മാരുമൊക്കെ രാമനോടൊപ്പം ശ്രീരാമചന്ദ്രനോടൊപ്പമുള്ള ആ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അല്ലേ. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ യാത്ര, എങ്ങനെയാണ് ഈ ഒരു വായനയെ, കർക്കിടക മാസത്തിലെ ഈ ഒരു വായനയെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപോന്നിട്ടുള്ളത്. ആ രീതിയിൽ പലരും സംശയമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഇപ്പോഴിവിടെ ഞാൻ സംസാരിക്കുന്നത്. ഹരേ രാമ ഹരേ കൃഷ്ണ. കാരണം ഇതാണ്, പലരും പറയുന്നത് ഇങ്ങനെയാണ്, കർക്കിടകം 1-ാം തീയതി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു നല്ല കാര്യവും ചെയ്തുകൂടാ എന്നൊരു അങ്ങനെയുള്ളൊരു അറിയിപ്പ്. അതായത് കർക്കിടകത്തിൽ പഞ്ഞമാസമാണ്, മഴക്കെടുതിയാണ്, മഴക്കാലമാണ്, തോരാതെ പെയ്യുന്ന മഴയാണ്, ആർക്കും പണിയൊന്നുമില്ല, കഷ്ടകാലമാണ്, എല്ലാവരും വീട്ടിലിങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്നു, ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ കടന്നുപോയ നമ്മുടെ പിതാമഹന്മാരൊക്കെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കർക്കിടക മാസത്തെ പഞ്ഞമാസമായിട്ട് കണക്കാക്കുകയും രാമായണം വായിക്കാനായിട്ട് രാമായണ മാസമായിട്ട് ആചരിക്കുകയും ചെയ്യുന്ന ഒരു മാസമായിട്ട് നമ്മളിവിടെ കാണുകയും ചെയ്യുന്നു. ഇതിൽ എന്താണ് അതിലെ പല ചോദ്യങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നല്ല കാര്യങ്ങൾ പോലും ചെയ്തുകൂടാ എന്ന് ഇന്നും എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യമാണ്. നാളെ മുതൽ ഒരു മാസക്കാലം
കർക്കിടക മാസക്കാലം നമ്മൾക്ക് ഒരു നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പാടില്ല, അങ്ങനെയല്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട്. ഞാൻ അങ്ങനെയാണോ എന്ന് അങ്ങോട്ട് മറുപടി ചോദിക്കുകയാണ്. ചോദിച്ചവരുടെ അടുത്ത് തിരിച്ച് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ധാരണ. ഇങ്ങനെയാണ്, കർക്കിടക മാസത്തിൽ ഒരു നല്ല കാര്യവും ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു ധാരണയിലൂടെ നമ്മൾ മുതിർന്ന തലമുറകളായിട്ട് നമ്മളിങ്ങനെ അങ്ങനെ കാത്തു സൂക്ഷിച്ചു പോരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ നമ്മളാണ് ഇന്നിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. രാമായണം വായിക്കാം, രാമനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം, രാമനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക്, ശ്രീരാമചന്ദ്രനെ കുറിച്ച്, സാക്ഷാൽ ഭഗവാനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അറിയുകയും നമ്മളുടെ വൈകുന്നേരങ്ങളിൽ നമ്മൾ രാമായണം ബുക്ക് എടുക്കുകയും അത് വായിക്കാനായിട്ട് എല്ലാ അമ്മമാരും മുത്തശ്ശിമാരും എല്ലാവരും തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ കർക്കിടക മാസത്തിൽ രാമായണ വായന മാത്രമാണോ, അതിൽ എന്താണ് ഒരു പോരായ്മ ഉള്ളത് എന്നത് എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുമോ ഈ ഒരു ചോദ്യം? ഇതിന് ഉത്തരം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണുള്ളത് എന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്. സാക്ഷാൽ നാരായണനെ ഏത് മാസമായിക്കോട്ടെ, ഏത് ദിവസമായിക്കോട്ടെ, എപ്പോഴും നാരായണ നാമത്തിലൂടെ ഈ കലിയുഗത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ രാമായണം എന്ന അത്രയും മഹത് ഗ്രന്ഥത്തെ വായിച്ച് നമ്മളുടെ ഈ ഒരു മാസത്തെ അത്രയും പുണ്യമാസം എന്നാണ് എനിക്ക് പറയാൻ തോന്നാറുള്ളത്. ഈ ഒരു കർക്കിടക മാസത്തെ പുണ്യമായി കാണുക, പുണ്യമാസമായിട്ട് കാണുക. അതായത് ഈ ഒരു മാസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാസമെന്ന് കണക്കാക്കപ്പെടുന്നു. കാരണം ഇങ്ങനെയാണ്, ഇത്രയും മഴക്കെടുതികളും കഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാക്ഷാൽ ഭഗവാന്റെ നാരായണ നാമത്തെ വാഴ്ത്തപ്പെടാനായിട്ട്, നാരായണ നാമത്തെ പാടിക്കൊണ്ടിരിക്കാനായിട്ട് നമ്മൾ അതിന് സമയം കണ്ടെത്തുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സ് ശാന്തമാക്കാനും നമ്മളെല്ലാറ്റിൽ നിന്നും ഒരു വർഷത്തേക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ മഴക്കെടുതിയിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ രാമായണത്തെ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്. രാമനോടൊപ്പമുള്ള നമ്മുടെ യാത്രയാണ്, മനസ്സിന് എത്ര സന്തോഷം തരുന്നൊരു യാത്രയാണ് രാമനോടൊപ്പം, ശ്രീരാമചന്ദ്രനോടൊപ്പമുള്ള നമ്മുടെ യാത്ര എന്ന് കണക്കാക്കപ്പെടുന്നു. ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും, അത്രയ്ക്ക് പുണ്യമാസമായിട്ട് കാണേണ്ടുന്ന ഒരു വിഷയമാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. രാമായണം വായന തുടങ്ങുന്നതും ഈ ഒരു മാസത്തിൽ നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാം. ഒരു പുണ്യമാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദു വിഭാഗത്തിൽ നമുക്ക് ഇത്രയൊരു പുണ്യമാസം നമ്മൾക്ക് കൈവന്നിരിക്കുകയാണ് അല്ലേ. നാളെ മുതൽ നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണത്തിലൂടെ ശ്രീരാമചന്ദ്രനോടൊപ്പം നമ്മൾ യാത്ര പോവുകയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, എല്ലാവരുടെയും മനസ്സിൽ ഭഗവാന്റെ നാരായണനാമം എപ്പോഴും ഉച്ചരിക്കാനായിട്ട് നമ്മൾ എത്ര ശ്രേഷ്ഠമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നൊക്കെ ഒന്ന് ആഴ്ത്തി ചിന്തിക്കുക എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം സാക്ഷാൽ ഭഗവാനെ വാഴ്ത്തപ്പെടുന്ന കർക്കിടക മാസത്തിൻ്റെ പുണ്യത്തെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നത് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഞാൻ കണക്കാക്കുന്നത് എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ, എൻ്റെ ഒരു ചിന്തകളാണ്. കാരണം ഈ ഒരു കർക്കിടകം തുടങ്ങുന്നത് വളരെ പുണ്യമായിട്ട് ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കാനായിട്ട് കിട്ടുന്ന, രാമായണത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഇത്രയും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. ഓരോരുത്തർക്കും അതൊരു
പുണ്യം തന്നെയാണ് അല്ലേ? ഓർത്തു നോക്കുമ്പോൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പുണ്യമാസത്തിൽ ചെയ്യുന്നത്? എല്ലാ നല്ല കാര്യങ്ങൾക്കും സർവം ശുഭമാക്കി തരുന്ന സശാൽ നാരായണന്റെ ഈ ഒരു മാസത്തിലൂടെ ശ്രീരാമചന്ദ്രനോടൊപ്പം നമുക്ക് ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രനോടൊപ്പം നമുക്ക് എന്നോ എഴുതപ്പെട്ടതാണ് ശ്രീരാമചരിതം, രാമായണം ഒക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതപ്പെട്ട ആ ചരിതത്തിലൂടെ കർക്കിടക മാസത്തിൽ എല്ലായിടത്തും എല്ലാ അമ്പലത്തിലും ഇങ്ങനെ രാമായണ വായനയും ദീർഘമായ എല്ലാ തരത്തിലുള്ള പരിപാടികളും എല്ലാവരും ആ ഭക്തിയിലേക്ക് മുഴുകുകയും എല്ലാവരുടെ മനസ്സിലും നമ്മുടെ ആവലാതികളും സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ വിട്ടകന്നു പോകുന്ന തരത്തിൽ നമ്മൾ ഈ രാമായണ മാസത്തെ, അതായത് കർക്കടക മാസത്തെ എതിരേൽക്കുന്നു. അത്രയ്ക്ക് പുണ്യമാണ് ഈ മാസം നമുക്ക് തരുന്നത്. ഭഗവാനെ ഓരോരുത്തരും വിളിക്കുന്നു. കുഞ്ഞു കുട്ടികളടക്കം രാമായണ വായനയിൽ മുഴുകുന്നു. അവരെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടുകൂടി അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിലെ പരിപാടികൾ, അമ്പലത്തിൽ നിന്ന് മുഴങ്ങുന്ന രാമായണം വായനയുടെ ആ ഒരു ശീലുകൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നാട്ടിലെ എല്ലാ അമ്പലങ്ങളിലും മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? എത്ര സന്തോഷമാണത്! ഈ ഒരു രാമായണ വായന കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ആനന്ദം എത്ര സുന്ദരമാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, ഈ കർക്കടക മാസത്തെ നല്ല മാസമായിട്ടല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്? പുണ്യമാസമായിട്ടല്ലേ കണക്കാക്കേണ്ടത്? അതോ പഞ്ഞമാസമായിട്ടോ? ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാ മാസത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. എന്നും എപ്പോഴും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളും പഞ്ഞമാസങ്ങളും ഒക്കെ കടന്നു പോകുന്ന ആളുകളുണ്ട്. പക്ഷേ കർക്കിടകം പഞ്ഞമാസമാണെന്ന് പറയുന്നു. പക്ഷേ കർക്കിടകം പുണ്യമാസമാവുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഓരോരുത്തരും നാരായണ നാമത്തിൽ മുഴുകി 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 ശ്രീരാമചന്ദ്രനോടൊപ്പം നമ്മളുടെ ആ അയനമുണ്ടല്ലോ, ആ യാത്രയുണ്ടല്ലോ, അതിൻ്റെ ആ സന്തോഷത്തിൽ ഭഗവാനോടൊപ്പം ഞങ്ങൾ ശരിക്കും തൃശ്ശൂരാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രമുള്ളത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഭഗവാന്റെ മഹീര്യം പുറപ്പാട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്, കുട്ടിക്കാലം മുതൽ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ആറാട്ട് പുഴ ഉത്സവത്തിന് ഭഗവാൻ തേവര് പുറപ്പെടുന്നു എന്നൊക്കെയുള്ള, പള്ളിയോടത്തിൽ തേവര് പുറപ്പെടുന്നു എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ഭഗവാനോടൊപ്പം ഇങ്ങനെ എന്താ പറയുക, ശ്രീരാമചന്ദ്രനോടൊപ്പം ഇങ്ങനെ എത്ര ജനങ്ങളാണ്! എല്ലാം ജോലിയും കൂലിയും ഒക്കെ മാറ്റി വെച്ചിട്ട് എത്ര ജനങ്ങളാണ് ഭഗവാനോടൊപ്പം ആ ആനപ്പുറത്ത് ഇരിക്കുന്ന തേവരോടൊപ്പം എല്ലാ ജനങ്ങളും പുറപ്പെടുന്നത്. അങ്ങനെ പോകുന്ന വഴിയിലൊക്കെ പറവെച്ചും വിളക്ക് വെച്ചും ദീപങ്ങളെ കൊണ്ട് അലങ്കരിച്ചും അങ്ങനെ ഭഗവാൻ നടന്നു പോകുന്ന, ആനപ്പുറത്താണല്ലോ പോകുന്നത്. അപ്പം അങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഇത്രയും ആഘോഷത്തിന് ചെണ്ടമേളത്തോടു കൂടിയൊക്കെ നമ്മൾ ഭഗവാനോടൊപ്പം നടക്കുകയും പല സ്ഥലങ്ങളിൽ നമുക്ക് കഞ്ഞിയും അതിൻ്റെ പുഴുക്കും ഒക്കെ ആയിട്ട് പല സ്ഥലത്തും വരവേൽപ്പും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ നാട്ടിൽ തൃപ്രയാറ് ശ്രീരാമക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഭഗവാനോടൊപ്പം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ട്. തേവര് മുങ്ങുന്ന കുളത്തിൽ നമ്മളും മുങ്ങുകയാണ്. നമ്മൾ ഓരോരുത്തരും മുങ്ങുന്ന ഒരു കാഴ്ചയൊക്കെയുണ്ട്. പിന്നെ ചാലുകുത്തൽ, അത് കൃഷിയുടെ അഭിവൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് ചാലുകുത്തൽ, അതൊക്കെ ഇങ്ങനെ ആന കൊമ്പ് കൊണ്ട് ഇങ്ങനെ ഒരു നീർച്ചാൽ അവിടെ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എന്താണ് ഇങ്ങനെ ഭഗവാനോടൊപ്പം നടക്കാൻ സാധിക്കുന്ന ആ ഭാഗ്യം ഒരു വല്ലാത്തൊരു ഭാഗ്യം തന്നെയല്ലേ? അതുപോലെ തന്നെ രാമായണം വായിക്കാൻ സാധിക്കുന്നത്, രാമായണത്തിൻ്റെ കഥയിലൂടെ നമുക്ക് ശ്രീരാമചന്ദ്രനിലൂടെ നമ്മൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതൊക്കെ എല്ലാവർക്കും, എല്ലാ ഭൂമിയിലെ സർവ്വ മനുഷ്യർക്കും എല്ലാവർക്കും പുണ്യം നിറഞ്ഞൊരു മാസമായിട്ട് വേണം ഈ ഒരു കർക്കിടക മാസത്തെ കണക്കാക്കണമെന്ന് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകളാണ്, എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നാറ്. കഷ്ടം വരും, ദുഃഖം വരും, വേദനകൾ വരും. അത് ഇന്ന മാസം എന്നൊന്നും ഇല്ലല്ലോ. എപ്പോഴും നമുക്ക് എന്തും സംഭവിക്കും. നാളത്തെ കാര്യം പറയാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ നമുക്ക് നാളെ മുതൽ കർക്കിടകം തുടങ്ങിയാണ്. വരവേൽക്കാം.
ആ കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്ന് പറയാതെ കർക്കിടക മാസത്തെ പുണ്യമാസം എന്നാക്കി മാറ്റാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും രാമായണം വായിക്കുന്നവർ വായിക്കട്ടെ. എന്താ പറയുക, എന്നെ പോലുള്ളവർക്ക് സത്യത്തിൽ ഇത് വായിക്കാനൊക്കെ എനിക്ക് പറ്റില്ല. എനിക്ക് കാഴ്ചൻ്റെ ഒരു പരിമിതി ഉള്ള ആളാണ്. അതുകൊണ്ട് വായനയൊന്നും നടക്കില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്പീച്ചസ് ആയിട്ട് ഞാനും ഇടയ്ക്കിടയ്ക്ക് വരാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവരും ഭഗവാനോടൊപ്പം സാക്ഷാൽ ശ്രീരാമചന്ദ്രനോടൊപ്പം നമുക്ക് യാത്ര തുടങ്ങാം. നാളെ മുതൽ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ നാരായണ.